എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ആദ്യമായിട്ട് ഇടിവെട്ടി ഒരു തകരാറുണ്ടായിരിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല ഇടിയാണ്. ഇടിയും മഴയും നല്ല മിന്നലും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ഒരു ഇടിവെട്ടിൽ നമ്മുടെ സോളാറിൽ കണക്ട് ചെയ്തിരുന്ന ഒരു ബൾബ് കത്തിപ്പോയിരിക്കുകയാണ്. KCB ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സോളാർ സെറ്റപ്പാണ് DC സോളാർ. ഡയറക്റ്റ് നമ്മൾ പാനലിൽ നിന്ന് ബാറ്ററി ഉപയോഗിച്ചിട്ട് ഇൻവേർട്ടർ ഇല്ലാണ്ട് DC ലൈറ്റുകളും ഫാനുകളും വർക്ക് ചെയ്യുന്ന ഒരു സോളാർ സെറ്റപ്പാണ് നമ്മുടെ വീട്ടിൽ ചെയ്തിരുന്നത്. നമ്മൾ നിലവിൽ എർത്തിങ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം ചെറിയ പാനൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് എർത്തിങ് ഒന്നും കൊടുത്തില്ല. പക്ഷേ ശക്തമായ ഇടിയിൽ എവിടെന്നോ വൈദ്യുതി വന്ന് ഒരു LED ബൾബ് കത്തിപ്പോയിരിക്കുകയാണ്. അത് വീടിൻ്റെ പുറത്ത് കിടന്ന ബൾബായിരുന്നു. വേറെ ഫാനൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. എന്താ പറയുക, നമ്മുടെ സമയം മോശമായിരുന്നു. ഇപ്പോൾ നമ്മൾ പാനലിൽ നിന്ന് വയർ ഇറക്കുന്നത് ഒരു PVC പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് വീടിൻ്റെ ഉള്ളിലേക്ക്. പക്ഷേ നമ്മൾ ഈ പുറത്ത് ഇട്ട ബൾബ് PVC പൈപ്പിൽ നിന്ന് എടുത്ത് പുറത്തേക്കൂടെ തന്നെ കൊണ്ടുപോയിക്കായിരുന്നു. അത് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ PVC പൈപ്പ് വഴി വയർ എടുത്ത് ബാറ്ററി കൊടുത്തിരിക്കുകയാണ്. ആ വയറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഒരു വയർ താഴേന്ന് കയറി വന്നിട്ട് അതാണ് ഈ LED ബൾബിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കത്തിപ്പോയത്. ഇത് ഇടിവെട്ടി കത്തിപ്പോയി. രാത്രിയിൽ ഒരു നല്ല സൗണ്ട് കേട്ടായിരുന്നു. അതിനുശേഷം പുറത്ത് വെട്ടമില്ല. ആ സമയത്ത് നമ്മളിവിടെ KCBയിൽ കറണ്ട് ഇല്ലാത്ത സമയമാണ്. മൊത്തം കറണ്ട് പോയ സമയമായിരുന്നു. നല്ല ഇടിയായിരുന്നു, കാറ്റുണ്ടായിരുന്നു. എന്തായാലും പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്താണ് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ബൾബ് ചെക്ക് ചെയ്യാൻ വേണ്ടി എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലെ സകല LEDയും കത്തിക്കരിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന പോലെ തുറന്നു നോക്കിയപ്പോൾ നമുക്ക് കാണാം ആ LEDയിൽ എല്ലാത്തിലും ഒരു കറുത്ത ഒരു കളർ വന്നിട്ടുണ്ട്. അത് വീഡിയോയിൽ എത്ര വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷേ എല്ലാ LEDയും കത്തിപ്പോയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പുതിയ പാനൽ മേടിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിലവിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും മറ്റും നമ്മൾ അടുത്ത വീഡിയോയിൽ അറിയിക്കാം. 165 വാട്ട്സിൻ്റെ പാനലാണ് നിലവിൽ മേടിച്ചിരിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ നമ്മൾ എർത്തിങ് ചെയ്യാനൊന്നും പോകുന്നില്ല. അടുത്തതായിട്ട് ചെയ്യുന്നത് സോളാർ പാനലിൽ നിന്ന് ചാർജ് കൺട്രോളറിലേക്ക് പോകുന്ന വയർ ഇടി വരുന്ന സമയത്ത് അതിനകത്ത് നിന്ന് കട്ട് ചെയ്തിടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം നോക്കുകയാണ്. അതല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്ന് എർത്തിങ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നല്ല രീതിയിൽ എർത്തിങ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിവെട്ടലിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് വീടുകളിൽ ഫാനും ലൈറ്റും തുടങ്ങിയ കുറച്ച് സംഭവങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതൊക്കെ KCB ലൈനായിട്ട് ബന്ധപ്പെട്ട കണക്ഷനായിരുന്നു. നമ്മുടെ വീട്ടിൽ നിലവിൽ KCB ലൈനുള്ള കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ഈ സോളാർ സെറ്റപ്പിലുള്ള ഒരു ലൈറ്റാണ് പോയിരിക്കുന്നത്. അത് വീടിൻ്റെ പുറത്തുള്ള ലൈറ്റായിരുന്നു. എൻ്റെ ഒരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇടി കറക്റ്റ് ആ ഭാഗത്തോടെ എങ്ങനെയാണ് വെട്ടിയെന്ന് തോന്നുന്നു. അതിൻ്റെ വയറും മറ്റും പുറത്തെടുക്കുമായിരുന്നു. അതിൻ്റെ വയറിൻ്റെ മറ്റേ ഇൻസുലേഷനൊക്കെ ടേപ്പൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. ഇനി അങ്ങനെ വല്ലതും കീറതാണെന്ന് അറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. എനിക്കിതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള അറിവൊന്നുമില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അറിയിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളതിൻ്റെ കമൻറ്റ് അല്ലെങ്കിൽ ലൈക്കൊക്കെ അടിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാ നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തന്നെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ വീടിൻ്റെ താഴെയുള്ള പുഴയാണ്. പെരിയാറാണ്, പെരിയാർ. ഈ കാണുന്ന പോത്തുകൾ നമ്മുടെ സ്വന്തമാണ്. നമ്മുടെ വീട്ടിൽ വളരെ വർഷങ്ങളായിട്ട് വളർത്തുന്ന ഇതാണ് ഇതിനൊക്കെ. അതുങ്ങൾ പുഴയിലൊക്കെ ഇറങ്ങി കളിച്ച് രസിച്ച് ജീവിക്കുന്നു.
എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ നന്ദിയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും താല്പര്യമുണ്ടെങ്കിൽ അവരുടെ സ്ഥലവും മറ്റും ഒന്ന് കമൻറ്റ് ചെയ്യാം. എവിടെയൊക്കെയുള്ള ആരൊക്കെ കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്, ചുമ്മാ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലവും മറ്റും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്.